സിനിമാ നയം രൂപീകരിക്കാനായി നടത്തുന്ന സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ഭയങ്കര വിവാദമായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് അതായത് സ്ത്രീകൾക്കും ദളിതർക്കുമെതിരെ സംസാരിച്ചു എന്ന തരത്തിൽ എത്തിയിരിക്കുന്നത്. സിനിമ എടുക്കാൻ ഇത്രയധികം പണം നൽകരുത്, അതായത് 1.5 കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം അങ്ങനെ ആർക്കും കൊടുക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല, പണം നൽകരുത് എന്നുള്ളതാണ് അടൂർ പറഞ്ഞത്. സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നതിന് മുന്നേ, അതായത് സിനിമ എടുക്കും മുന്നേ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആദ്യം 3 മാസം പരിശീലനം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള കുറച്ച് പരാമർശങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ വെട്ടിലാക്കിയിരിക്കുന്നത്, വലിയ വിവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിമർശനം അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വാർത്തകളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്നാൽ ഗൗരവമേറിയതാണ് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ വഴി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ചില പിഴവുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിവാദത്തിൽ കുരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കുറച്ചുകൂടി വ്യക്തതയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്: ഞാൻ സംസാരിച്ചത് ആർക്കും എതിരായല്ല, സ്ത്രീകൾക്കും പട്ടികജാതിക്കാർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അവരിൽ നിന്ന് സിനിമാക്കാർ ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് വളരെ തെറ്റായാണ് ഇപ്പോൾ എല്ലാവരും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. സിനിമാ രംഗത്ത് ദിനം പ്രതി പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പശ്ചാത്തലവുമില്ലാതെയും മുൻപരിചയവുമില്ലാതെയും വരുന്നവർക്കാണ് സിനിമയെടുക്കാൻ സർക്കാർ ധനസഹായം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറഞ്ഞത് 3 മാസത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കണം. കഥ എഴുതാനും കവിത എഴുതാനും അക്ഷരജ്ഞാനം വേണ്ടേ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ വേറെ ഒരു ഭാഷയാണ് സിനിമയുടേതെന്നും കുറേ നടീനടന്മാർ വന്ന് അഭിനയിച്ചാൽ അത് സിനിമയാവില്ല എന്നുള്ളതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിന് സാങ്കേതികമായും അല്ലാതെയും കുറേ ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നല്ല ധാരണയോടുകൂടി വേണം സിനിമയെടുക്കാൻ. സർക്കാർ പണം മുടക്കുന്ന സിനിമയ്ക്ക് സാമൂഹിക പ്രസക്തി വേണം. സൗന്ദര്യശാസ്ത്രപ്രകാരം മികവുള്ളതായിരിക്കണം. സിനിമയെടുക്കുന്നയാളിന് ധാരണയുണ്ടെങ്കിലേ ഇതെല്ലാം ഉണ്ടാവുകയുള്ളൂ. ഈ രംഗത്ത് വരുന്നവർ ഒരു സിനിമയെടുത്ത് അപ്രത്യക്ഷരായി പോകരുത്. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണിത്. സ്ത്രീകളും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നവരും ഈ രംഗത്ത് തുടർന്നും ഉണ്ടാവണം. അവരുടെ ഗുണത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അവരെ വേണ്ടത്ര പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞ കാര്യത്തെയാണ് ഇപ്പോൾ വളച്ചൊടിച്ച് അധിക്ഷേപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ആക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം. ഇത്തരത്തിൽ സിനിമ ചെയ്തവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായ പരിശീലനം കിട്ടാത്തതിൻ്റെ കുറവും ആ സിനിമകൾക്കുണ്ട്. മന്ത്രി എതിരഭിപ്രായം, അതായത് സജി ചെറിയാനെയാണ് പറയുന്നത്, മന്ത്രി എതിരഭിപ്രായം പറഞ്ഞത് അദ്ദേഹം സിനിമാ നിർമ്മാതാവല്ലല്ലോ എന്നുള്ളതുകൂടി അടൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 60 വർഷത്തെ അനുഭവ സമ്പത്തിലാണ് താൻ സംസാരിച്ചിരിക്കുന്നതെന്നും അടൂർ പറഞ്ഞു. അദ്ദേഹം കോൺക്ലേവിൽ സംസാരിക്കുന്നതിനിടയിൽ പുഷ്പവതി ഇടപെട്ടതിനെക്കുറിച്ചും അദ്ദേഹം വല്ലാണ്ട് വിമർശിച്ചിരിക്കുകയാണ്. ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. അവർ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ത്രീയാണെന്നാണ് അടൂർ പറഞ്ഞത്. ആരാണെന്ന് തനിക്കറിയില്ല എന്നും ഈ രംഗത്തൊന്നും ഇല്ലാത്ത ആളായിരിക്കുമെന്നാണ് അടൂർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ തടസ്സപ്പെടുത്തി ആണ് അവർ സംസാരിച്ചത്. അവിടെ ഇരുന്ന ആളുകൾ അവളെ ഇരുത്തി. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, താൻ വരുത്തനൊന്നുമല്ലെന്നും 60 വർഷമായി സിനിമയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നുമാണ് അടൂർ പിന്നീട് പറഞ്ഞത്. തന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാൻ പുഷ്പവതി ആരാണെന്നും അദ്ദേഹം ചോദിച്ചു. പബ്ലിസിറ്റിയാണ് ഉദ്ദേശമെന്നും വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും അഭിപ്രായം പറയാനുള്ള സ്ഥലമാണോ കോൺക്ലേവ് എന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഇടമാണ് ഈ കോൺക്ലേവ്. ഇത് ചന്തയൊന്നുമല്ല. നമ്മൾ മിണ്ടാതിരിക്കുകയാണ് നല്ലതെന്നും മിണ്ടിയാൽ അതിലൊരു വിവാദമുണ്ടാക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലുമുണ്ട്. അതിൽ എവിടെയെങ്കിലും ദളിത് വിഭാഗത്തെയോ സ്ത്രീകളെയോ മോശമായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം. പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞതാണ് ആർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടാതെ പോയത്. അറിവുകേട് കൊണ്ടാണ് അതിനെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത്. സിനിമ എന്നത് ഒരു മനുഷ്യായുസ് കൊണ്ട് പഠിച്ചു ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
എന്നാൽ അദ്ദേഹം ഈ പറയുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിനെതിരെ വലിയ വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ടായത്. ഏതായാലും അതിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്ന RPI സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് RC രാജീവ് ദാസ്. സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണനെ ചങ്ങലക്കിടണമെന്നാണ് രാജീവ് ദാസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. പരനാറി എന്നാണ് രാജീവ് ദാസിൻ്റെ പ്രസ്താവന. എന്തായാലും അദ്ദേഹത്തിനോട് പറയാനുള്ള അടൂറിനെ പോലെയുള്ള വ്യക്തികളെ ഇത്രയൊക്കെ അധിക്ഷേപിക്കേണ്ടെന്ന കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിലും ഉയർന്നുണ്ട്. അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നമുക്ക് അംഗീകരിക്കാനിരിക്കാനാവില്ല. കാരണം സിനിമ നന്നായി അറിയാവുന്നവർ വേണം എടുക്കാൻ. ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷേ അത് ദളിതർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ട്രെയിനിങ്, വേണ്ടുന്ന പഠനങ്ങൾ. അല്ലാതെ വെറുതെ പോയി സിനിമ എടുക്കുന്നതിനോട് യോജിക്കാനും ആവില്ല. പക്ഷേ ദളിതർ എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വിവാദങ്ങളിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. അനാവശ്യമായി പണം ചെലവാക്കുന്നതും ശരിയല്ല. അതും അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കേണ്ടുന്നതാണ്. അത്തരത്തിൽ പണം ചെലവാക്കുന്നെങ്കിൽ അത് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവുന്ന തരത്തിലാവണം ആ സിനിമ. 1.5 കോടി രൂപ കൊമേഴ്സ്യൽ സിനിമ നിർമ്മിക്കാനാവശ്യമായ പണമാണ്. ഇത് 50 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുത്താൽ കൂടുതൽ പേർക്ക് പ്രയോജനം ലഭിക്കും. പോസിറ്റീവായിട്ടാണ് അദ്ദേഹം 50 ലക്ഷം വീതം നൽകണമെന്ന് പറഞ്ഞത്. പക്ഷേ 1.5 കോടിയിൽ നിന്ന് 50 ലക്ഷമാക്കണമെന്ന് മാത്രം അദ്ദേഹം ചുരുക്കി പറഞ്ഞതാണ് അദ്ദേഹത്തിനെ വിവാദത്തിലാക്കിയത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും സ്പഷ്ടമായി വ്യക്തതയോടെ ക്ലിയറായിട്ട് ഓരോരുത്തരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ന്യായമുണ്ട്, ഒരു നീതിയുണ്ട്. മൺമറഞ്ഞു പോയ നിരവധി കലാകാരന്മാർ ഇപ്പോഴും ഓർമ്മകളിൽ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. കാരണം അവർ അവശേഷിച്ചു പോയ കലാമൂല്യങ്ങളുള്ള സിനിമകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെയൊക്കെ ഓർമ്മകൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലെ തന്നെ നിൽക്കുന്നത്. സിനിമാ കോൺക്ലേവിൽ അടൂർ വലിയ ചർച്ചയാകുമ്പോൾ കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ കലാഭവൻ നവാസിനെ പോലും ഒരു നിമിഷത്തെ മൗനം കൊണ്ടുപോലും ഓർക്കാത്ത സാംസ്കാരിക പ്രവർത്തകർ ജാതി വെറുപൂണ്ട ആക്രോശങ്ങൾ നടത്തുമ്പോൾ സാംസ്കാരിക പ്രവർത്തകർ, കലാകാരന്മാർ എന്നുള്ള വിശേഷണങ്ങളുടെ അർത്ഥങ്ങൾ തന്നെ ഇല്ലാണ്ടാവുകയല്ലേ ചെയ്യുന്നത്. ഏതായാലും അടൂർ വലിയ വിവാദത്തിലേക്ക് കടക്കുമ്പോഴും അടൂർ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ, ചില ആശയങ്ങൾ അത് സിനിമാ മേഖലയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ കാലത്തും എല്ലാ തരത്തിലും വിമർശിക്കുമ്പോൾ അതിലെ ശരികൾ കൂടി നമ്മൾ പരിഗണിക്കണം.